Now let's discuss continuity of a function at a point. Okay, so suppose we have a function, then നമ്മൾ ആ ഫംഗ്ഷന് ഡ്രോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഈ 40² എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ s = 40², ഇത് ഗ്രാഫ് നോക്കുക. ഇത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വരക്കുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിലാണ്, 0 ≤ t ≤ 30 എന്നുള്ള ഇൻ്റർവെല്ലിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത് വരക്കാൻ പറ്റുന്നുണ്ട് വിത്തൗട്ട് ലിഫ്റ്റിംഗ് അവർ പെൻസിൽ ഫ്രം ദ പേപ്പർ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂറ്റി എന്നുള്ള ഇതിൻ്റെ ഒരു ജോമെട്രിക്കൽ മീനിങ് എന്താണ്? നമുക്ക് ഈ ഒരു കേസിൽ നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ നമ്മളൊരു ഫംഗ്ഷൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് വരക്കാൻ പറ്റണം വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പോയിന്റ്. ഈ ഒരു ഫിഗർ 2 നോക്കുക. ഇവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പിന്നീട് ഇവിടുന്ന് നമുക്ക് പെന്ന് മാറ്റണം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേ വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരക്കാൻ പറ്റുന്നില്ല. നേരത്തെ ഇവിടെ അങ്ങനെയായിരുന്നു, നമുക്ക് നേരത്തെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പെർട്ടിക്കുലർ ഇൻ്റർവെൽ എടുക്കുന്നുണ്ട്, ഒരു ഡൊമൈനിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ജോമെട്രിക്കൽ മീനിങ്, കണ്ടിന്യൂസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇത് നമുക്ക് അതിൻ്റെ ലിമിറ്റ് വെച്ചിട്ട് അങ്ങനെ പറയാമെന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ. കണ്ടിന്യൂറ്റി അറ്റ് എ നമ്പർ or at a point. So suppose f be a function defined on an open interval, okay, containing a and containing all values of x close to a, then f is continuous at a if limit extending to a f of x is equal to f of a. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ, ദെൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ൻ്റെ മീനിങ്? നമുക്കറിയാം വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, സപ്പോസ് ദിസ് ഇസ് എ, ദെൻ എക്സ് അപ്രോച്ചസ് ടു എ ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഏതൊരു വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ്. സോ ഇവിടുന്നും എഫ് ഓഫ് എക്സ് ഏത് പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് എൽ, ദെൻ ദിസ് ഇസ് ഈക്വൽ ടു എൽ എന്നായിരിക്കും. ഇതിൻ്റെ ലിമിറ്റ് എൽ ആയിരിക്കും, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ. പിന്നെ മീനിങ് എയിലേക്ക് എക്സ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1ൽ ഈ ലിമിറ്റ് എന്താണ്? ആക്ച്വലി എഫ് ഓഫ് എ എന്നുള്ളതാണ്. എഫ് ഓഫ് എ എന്നുള്ളത് എന്താണ് അതിൻ്റെ മീനിങ്? എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ, ഇതിൻ്റെ വാല്യൂ ആണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇത് ഡിഫൈൻ ചെയ്തിരിക്കണം, എക്സ് ഇസ് ഈക്വൽ ടു എയിൽ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ലിമിറ്റ് കാണുന്ന സമയത്ത് ചില ഫങ്ഷൻസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? ഇങ്ങനെയുള്ളൊരു ഫങ്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ദിസ് ഇസ് അവർ എ, ദെൻ ലെഫ്റ്റിൽ നിന്നും അതുപോലെ തന്നെ റൈറ്റിൽ നിന്നും എയിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ എഫ് ഓഫ് എക്സ് ഈ ഒരു പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യും.
അപ്പോൾ ഇവിടെ എന്താണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഇത് എൽ എടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു എൽ എന്ന് പറയാൻ പറ്റും ഇവിടെ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഹോളാണുള്ളത്. എവിടെ? എഫ് ഓഫ് എ എന്നുള്ളത്. വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എ എന്താണ് ഇവിടെ ഡിഫൈൻഡ് അല്ല. പക്ഷേ എങ്കിലും ഡിഫൈൻഡ് അല്ലെങ്കിലും ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നേരത്തുള്ള കേസ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ആ ലിമിറ്റ് എന്തായിരിക്കണം, എഫ് ഓഫ് എ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എഫ് ഓഫ് എ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കതവിടെ ആ ഫംഗ്ഷൻ അറ്റ് ആ പോയിന്റിൽ, ഇവിടെ ഈ പോയിന്റിൽ അറ്റ് എക്സ് ഈക്വൽ ടു എയിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഒരു കണ്ടീഷൻ എന്താണ്, ഒന്ന് അറ്റ് എക്സ് ഈക്വൽ ടു എയിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷന് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എ. ഓക്കെ, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഡൊമൈനിലുള്ളൊരു പോയിൻ്റാണ് എ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഒരു കണ്ടീഷൻ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതെന്താണെന്ന് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തേത് ആ ലിമിറ്റ് എഫ് ഓഫ് എ ആവണം. അപ്പോൾ അത് പറയുമ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൂടി വേണമെങ്കിൽ പറയാം, ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു എഫ് ഓഫ് എ ആവണം. പക്ഷേ ആദ്യം അതിന് മുമ്പ് നമുക്ക് പറയുന്നത് എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വെച്ച് പറയാൻ പറ്റും. ഓക്കെ, ഒന്ന് എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത്തത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തത് ആ ലിമിറ്റ് എന്തായിരിക്കണം, എഫ് ഓഫ് എ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. സോ ഡെഫിനിഷൻ, കണ്ടിന്യൂറ്റി at a number, let f be a function defined on an open interval containing all values of x close to a, then f is continuous at a if this limit extending to a f of x equal to f of a. ഓക്കെ, അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, the given function f is continuous at a. അപ്പോൾ ഇതൊരു വേറൊരു രൂപത്തിൽ നമുക്ക് പറയാം. സപ്പോസ് ഇഫ് വി റൈറ്റ് x is equal to a plus h. Okay, then x approaches a. x approaches a എന്ന് പറയുമ്പോൾ എപ്പോഴാണത്, as h approaches to 0. ഇതിൽ h 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, x എയിലേക്ക് ടെൻഡ് ചെയ്യും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് h ടെൻഡിങ് ടു 0, എക്സിന് നമ്മൾ എ പ്ലസ് എച്ച് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഈ രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എ. അതല്ലെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എ. ഡിസ്കണ്ടിന്യൂസ് അറ്റ് എ. Okay, if f is defined for all values of x close to a but equation 1 is not satisfied, then f is discontinuous at a. Okay, or f has a discontinuity at a. So f is continuous at a if f gets closer and closer to f of a as x approaches a. Okay, now consider this example 1. We have a function, so this is our f of x, total function f of x. Okay, use the graph of the function shown in figure 4 to determine whether f is continuous at 0, 1, 2, 3, 4 and 5. We want to check the given function f is continuous at these values of x 0, 1, 2, 3, 4 and 5. നമ്മൾ ഫിഗർ നോക്കിയിട്ടാണ് ഇത് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് അറ്റ് x is equal to 0. ഓക്കെ, x is equal to 0ൽ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. x is equal to 0 എന്ന് പറയുന്നത് ഈ പോയിന്റ്. ഓക്കെ, ആ പോയിന്റിൽ നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, കാരണം ഇവിടുന്ന് ഫംഗ്ഷൻ വന്നിട്ട്. ഓക്കെ, സോ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0, അത് എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ്. ഓക്കെ, രണ്ടാമത്തത്
ലിമിറ്റാണ് നമ്മൾ നോക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവണം ക്വസ്റ്റ്യൻ. ഇവിടെ റൈറ്റിൽ നിന്നും 0 അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫംഗ്ഷന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റ് എന്താണ്? ഇവിടെ 1 ആണ്. അതായത് എക്സ് 0 റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്? 1 അപ്രോച്ച് ചെയ്യുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ. തേർഡ് കണ്ടീഷൻ, ഈ ലിമിറ്റ് ഇതാണ് നമ്മളുടെ എൽ എന്ന് പറയുന്നത്. ഇത് ആ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0 നിന്നാണ്. അതായത് എഫ് ഓഫ് 0 ആണെന്ന് നമുക്ക് ചെക്ക്. വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 1 ആണ്. So this is equal to limit extending to 0 f of x. അപ്പോൾ അതുകൊണ്ട് 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, സോ വി ഹാവ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് 0 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആൻഡ് ദെർഫോർ ദ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 0. അടുത്ത പോയിന്റ് നോക്കാം. ഇവിടെ അറ്റ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പോയിന്റ്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും എക്സ് 1 അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? 1 അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തല്ല, ഇനി നമ്മൾ വാട്ട് ഈസ് സോ ലിമിറ്റ് ദിസ് വൺ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് എന്താണ്? സോറി, നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ഇനി വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 നോട്ട് ഡിഫൈൻഡ് ആണ്, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്തല്ല? എഫ് ഓഫ് 1 ഈസ് നോട്ട് ഡിഫൈൻഡ്. സോ ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 1. നൗ നെക്സ്റ്റ് 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റിൽ നിന്നും അതുപോലെ തന്നെ റൈറ്റിൽ നിന്നും 2 അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷന് എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? 2 സോ ഹിയർ വി ഹാവ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2. ബട്ട് വാട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 എന്താണ്? ഇതാണ് നമ്മുടെ എഫ് ഓഫ് 2. എഫ് ഓഫ് 2 ഈക്വൽ ടു 1 ആണ്. സോ വി ഹാവ് this is not equal to f of 2 and therefore this function is not discontinuous at 2. Now let's look at 3. 3 നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോൾ 3 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. ആ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് 3 ആണ്. സോ വി ഹാവ് ദിസ് വൺ. സോ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് 3. Okay, now let's check at x is equal to 4. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? 2 ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്? 2 ആണ്. അതുപോലെ തന്നെ 2 പ്ലസ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടാണ് വരുന്നത്. ഇതാണ് 1 ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റിൽ
അറ്റ് എക്സ് ഈക്വൽ ടു 4ൽ ഫംഗ്ഷൻ എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി എക്സ് ഈക്വൽ ടു 5ൽ നോക്കുക. ഇവിടെ നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും എക്സ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷന് എങ്ങോട്ടും പോകുന്നില്ല, അതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനൊരു വാല്യൂ നമുക്ക് കിട്ടില്ല, അതങ്ങനെ ഇൻഫൈനൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെയും എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഓക്കെ, സോ ഫ്രം ദിസ് ഫിഗർ വി ഹാവ് എക്സ് ഈക്വൽ ടു 0ൽ കണ്ടിന്യൂസ് ആണ്, 1ൽ ഡിസ്കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഇവിടെ 2ലും ഡിസ്കണ്ടിന്യൂസ് ആണ്, 3ൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, 2ലും കണ്ടിന്യൂസ് ആണ്, ബാക്കിയുള്ളതിലൊക്കെ ഡിസ്കണ്ടിന്യൂസ്. ഇനി ഈ ഫസ്റ്റ് എക്സ് ഈക്വൽ ടു 0ൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നൗ എക്സ് ഈക്വൽ ടു 1ൽ നോക്കുക, ഡിസ്കണ്ടിന്യൂസ് ആണ്, പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത് മാത്രമേ പ്രോബ്ലം ഉള്ളൂ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, ബട്ട് വിച്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1. എഫ് ഓഫ് 1 നോട്ട് ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ്. ഇനി ഇവിടെ എഫ് ഓഫ് 1 ഡിഫൈൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വി ക്യാൻ മേക്ക് ദിസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ഇഫ് വി റീഡിഫൈൻ ദിസ് ഫംഗ്ഷൻ then we can make this function continuous. ഓക്കെ, നമ്മൾ ഈ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒന്നെങ്കിലും മോഡിഫൈ ചെയ്യുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, പക്ഷേ അതിൻ്റെ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മളൊന്ന് ഇവിടെ മാറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇത് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ഇത് കണ്ടിന്യൂസ് ആകും അറ്റ് എക്സ് ഈക്വൽ ടു 1ൽ. അതുപോലെ തന്നെ എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവും. അപ്പോൾ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒന്ന് റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്തരം ഫംഗ്ഷനുകളെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷനാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ സച്ച് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് കോൾഡ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, because f can be made continuous at each of these numbers by defining or redefining. ഫംഗ്ഷൻ ഡിഫൈൻ അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കണ്ടിന്യൂസ് ആക്കി മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഡിഫൈൻ എഫ് ഓഫ് 1 equal to 1, then f is made continuous at 1. If we define f of 2 by specifying that f of 2 equal to 2, then f is also made continuous 2. പക്ഷേ ഇവിടെ നോക്കുക, അടുത്ത ഒരു ഡിസ്കണ്ടിന്യൂറ്റി എന്താണ്, ഇത് ഇവിടെ ആയിരുന്നു, ഇവിടെ ഡിഫൈൻഡ് ആണ്, ഇവിടെ അല്ല. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ ഇതിലേക്ക് ജമ്പ് ചെയ്യാം. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. So discontinuity at 4 is called jump discontinuity, whereas the discontinuity at 5 is called infinite discontinuity. അത് ഒരു ഇൻഫൈനൈറ്റ് വാല്യൂലേക്കാണ് പോകുന്നത്. സോ ബിക്കോസ് ഇവിടെ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. സോ ബിക്കോസ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, കാരണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അറ്റ് ഈ രണ്ട് കേസിൽ. ജംപ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ കാരണം അവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു പെർട്ടിക്കുലർ ഇതിലെത്തിയ പിന്നെ വേറെ ഇതിലേക്ക് ജമ്പ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ ലാസ്റ്റ്, അതായത് ഈ ഒരു കേസിൽ ഇത് ഇൻഫൈനൽ പോകണം. അതുകൊണ്ട് തന്നെ അവിടെ കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
അപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, the discontinuity cannot be removed by defining or redefining the function, the number in question. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ ഡിസ്കണ്ടിന്യൂറ്റിയുടെ രണ്ട് കേസിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റിയിരുന്നു, ലാസ്റ്റ് പറഞ്ഞ രണ്ട് കേസിൽ അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. Now consider the example 2. Let f of x equal to x square minus x minus 2 divided by x minus 2 if x not equal to 2 and equal to 1 if x is equal to 2. Show that f has a removable discontinuity at 2. First നമുക്ക് കണ്ടത് f has a removable discontinuity at 2. നമുക്ക് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി രണ്ട് കേസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതാണ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇനി പിന്നീട് നമുക്ക് കണ്ടിന്യൂസ് ആക്കി മാറ്റുകയാണെങ്കിൽ റീഡിഫൈൻ എഫ് അറ്റ് 2 സോ ദാറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. നമ്മൾ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 2 ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈക്വൽ ടു 2. സോ വി ഹാവ് ദിസ് വൺ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2. നമുക്കിതാണ് കണ്ടത്, എഫ് ഹാസ് എ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് പോയിന്റ് 2. സോ വി ടേക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക, ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് പ്ലസ് 1. ഇതൊരു പോളിനോമിയലാണ്, അതുകൊണ്ട് ഇതിൻ്റെ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കിട്ടും, ദാറ്റ് ഈസ് ഇക്വൽ ടു 3. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 3 എന്ന് കിട്ടി. ഓക്കെ, ബട്ട് വാട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 ഈക്വൽ ടു 1 ആണ്. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2. ഓക്കെ, അപ്പോൾ അവിടെ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ എന്തല്ല ആ പോയിന്റിൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എന്താണ്, ഒരു റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ബട്ട് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 1. This is equal to f of 2. So we see that f is continuous, discontinuous at 2. So we can remove this discontinuity. Okay, then എന്തായി മാറും, f continuous ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് അത് റീഡിഫൈൻ ചെയ്യുന്നത്? We can redefine f at x equal to 2. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഫംഗ്ഷനിൽ നമ്മളിത് എന്താക്കിയാൽ മതി, ഇഫ് എക്സ് ഈക്വൽ ടു 2 ഇത് 2 തന്നെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂസ് ആയി മാറും. ഓക്കെ, നേരത്തെ ഇതായിരുന്നു നമ്മളുടേത്, അപ്പോൾ ഇവിടെ ഒരു ഹോളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ആ ഹോളിൻ്റെ ആ പോയിന്റ് ഇവിടെയാണുള്ളത്, ഇതിനെ നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് ആയിരിക്കും. Okay, now continuity at an endpoint. നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ, ഓക്കെ, കണ്ടെയ്നിങ് എ. ദെൻ ആ എ എന്നുള്ള പോയിന്റിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റർവെല്ലിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും എന്താണ്, ഈ രണ്ട് പോയിൻറ്റും എൻ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എൻ പോയിൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂസ് ഇവിടുന്ന് ഈ ഒരു പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സുകൾ എടുക്കാൻ പറ്റുള്ളൂ. ദിസ് ഇസ് അവർ സേ പി ക്യൂ. ഇപ്പോൾ ക്യൂ എന്നുള്ള പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ എലമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, എക്സിൻ്റെ വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് നമ്മൾ ഡൊമൈനിലുള്ള, അതുപോലെ തന്നെ ഈ കേസിൽ ലെഫ്റ്റ് സൈഡിലത്തെ വാല്യൂസ് എടുക്കാൻ കഴിയില്ല. ഇത് മാത്രമേ ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇല്ല, ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ലെഫ്റ്റ് സൈഡ് ആവുകൊണ്ട് ക്യൂ മൈനസ് നമുക്ക് പറയാൻ പറ്റും. ഈ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പി പ്ലസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്തല്ല, ലെഫ്റ്റ് സൈഡിൽ പോയിൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ലിമിറ്റ് അവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ആ പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എൻ പോയിന്റ്. ഓക്കെ, സോ കണ്ടിന്യൂറ്റി ഫ്രം ദ റൈറ്റ് ആൻഡ് ഫ്രം ദ ലെഫ്റ്റ്. നമ്മൾ നേരത്തെ ലിമിറ്റ് ഫ്രം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പറഞ്ഞ പോലെ തന്നെ.
Now a function f is continuous from the right at a. F is continuous from the right at a if limit extending to a plus f of x equal to f of a. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതാണ് നമ്മൾ എ എന്നുള്ള പോയിന്റ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ എക്സ് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ പറയാം? ലിമിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ കേസല്ല ഇവിടെ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇൻ്റർവെല്ലിൻ്റെ കേസ്, ലെഫ്റ്റും റൈറ്റുമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ ഒരു ഫംഗ്ഷൻ്റെ ഇവിടെ ഈ ഫംഗ്ഷൻ ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് ഡിഫൈൻ ചെയ്യുന്നു, പിന്നെ ഈ ഒരു പോയിന്റിലേക്ക് ഇവിടെ, അതുപോലെ തന്നെ ഇത് ഇങ്ങനെയും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും. ഇവിടെ എന്താണോ അതായിരിക്കും. അതെന്തായിരിക്കണം? എഫ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ഇൻ്റർവെൽ ഉണ്ട്, അത് ക്ലോസ്ഡ് ആവാം ഓപ്പൺ ആവാം, രണ്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ പറയുന്നുണ്ട്. സോ ഇവിടെ എ, ഇത് ബി, ഇത് സി സപ്പോസ് ചെയ്യാം. അപ്പോൾ സി എന്നുള്ള പോയിന്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഇതാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അത് ഈ വാല്യൂ ആയിരിക്കണം. ഇതാണ് കേസ്. ഇനി നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ എക്സുകൾ നമുക്ക് എടുക്കാൻ കഴിയില്ല, ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് സപ്പോസ് ചെയ്യുക. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നും ബിയിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്ത്? എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് എ. ഇതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ഇവിടെ എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോറി, നമ്മളിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻ്റർവെല്ലിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റ് നമുക്ക് എടുക്കാൻ പാടില്ല, ഇവിടുന്ന് നമുക്ക് എടുക്കാൻ കഴിയും. സോ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും നമ്മുടെ ഈ പറയുന്ന എഫ് ഈസ് കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ. ഈ ഒരു ഗ്രാഫ് ബി പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ഈ പോയിന്റിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ റൈറ്റ് സൈഡിൽ റൈറ്റ് എൻഡിൽ എന്തുണ്ട്? ഫംഗ്ഷൻ്റെ വാല്യൂ ഡിഫൈൻഡ് ആണ്. ഓക്കെ, സോ ഇവിടുന്ന് എക്സ് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ മൈനസ് ലെഫ്റ്റ് സൈഡിൽ നിന്നും എക്സ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? എഫ് ഓഫ് എ ആണ്. ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എന്താണ്? this one, limit extending to a minus f of x equal to f of a. So f is continuous from the left at a. Now consider the example, the heaviside function. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന h of t equal to 0 if t less than 0, 1 if t greater than or equal to 0. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടുന്ന് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0 ആണ്, പക്ഷേ ഈ 0 എന്നുള്ള പോയിന്റിൽ ഡിഫൈൻഡ് അല്ല, എഫ് ഓഫ് 0യിൽ ഡിഫൈൻഡ് അല്ല. പക്ഷേ ഇവിടുന്ന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ എഫ് ഓഫ് 1, എഫ് ഓഫ് 0 ഡിഫൈൻഡ് ആണ്, 1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്താണ്?
1 ആണ്. ഇപ്പോൾ രണ്ടും ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ h is not continuous from the left at 0, but h is continuous from the right at 0. Okay. Now continuity on an interval. നേരത്തെ നമ്മൾ പറഞ്ഞു ഓപ്പൺ ഇൻ്റർവെൽ, അതുപോലെ തന്നെ ക്ലോസർ ഇൻ്റർവെൽ നമ്മൾ നോക്കുക. ഓക്കെ, സോ ദിസ് ഇസ് എ ബി. A function f is continuous on an open interval ab if it is continuous at every number in the interval. ഓക്കെ, ഒരു ഫംഗ്ഷന് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ് എന്നാണ് നേരത്തെ പറഞ്ഞത്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിൻ്റ്, ഈ നമ്മുടെ ഡൊമൈനിൽ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ്, ഇനി ഒരു ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ ഇൻ്റർവെല്ലിലുള്ള ഏതൊരു എക്സ് വാല്യൂ എടുത്താലും, ഏതൊരു പോയിൻ്റ് എടുത്താലും ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ നേരത്തെ പെർട്ടിക്കുലർ പോയിൻ്റാണ് എടുത്തിരുന്നത് ഇവിടെ. ഇനി നമ്മൾ ഏതൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിലും ഈ പറയുന്ന ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. വേഴ്സ് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി, ഓപ്പൺ ഇൻ്റർവെൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഇനി ഒരു ക്ലോസർ ഇൻ്റർവെല്ലിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസർ ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് വെച്ചാൽ എയും ബിയും ഒഴികെയുള്ള ബാക്കി ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ പോയിൻറ്റ്സിലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം. രണ്ടാമത്തത് ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ ആൻഡ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് ബി. എന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ എന്ന് വെച്ചാൽ ഇത് റൈറ്റ് സൈഡിലുള്ള എക്സ്, കാരണം ഇവിടുന്ന് നമുക്ക് എക്സ് എടുക്കാൻ കഴിയില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബീൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി ശരിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ റൈറ്റ് കണ്ടിന്യൂറ്റി ലെഫ്റ്റ് കണ്ടിന്യൂറ്റി ഇവിടെ പറയാൻ പറ്റും. ഇവിടെ റൈറ്റ് കണ്ടിന്യൂറ്റിയാണിത്. ഓക്കെ, റൈറ്റിൽ നിന്നും എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എന്താണ്? എഫ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? അത് വേണം. അതിനെ പോലെ തന്നെ ഈ ബീൻ്റെ കേസിൽ ലെഫ്റ്റിൽ കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ചെയ്യണം. അപ്പം ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? ആ ഫംഗ്ഷന് ഈ എയും ബിയും ഒഴികെയുള്ള എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം. എയിൽ റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം, ബിയിൽ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. 3 കണ്ടീഷൻസാണ് അങ്ങനെയുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവെല്ലായി, ക്ലോസ്ഡ് ഇൻ്റർവെല്ലായി, ഇനി ഓപ്പൺ ക്ലോസ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഓപ്പൺ ഉണ്ട്. ഇതെങ്ങനെയായിരിക്കും? ഇത് ഈ പറയുന്ന നേരത്തെ പറയുന്ന കേസിൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിരിക്കണം, എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഓപ്പൺ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ കേസിലും ഓപ്പൺ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ന് മാത്രമല്ല ഇവിടെ ഇത് ലെഫ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ പോയിന്റിൽ, റൈറ്റ് പോയിന്റിൽ ബി എന്ന് പറയുന്ന ഇതിൽ ഇവിടെ റൈറ്റ് കണ്ടിന്യൂസ് അല്ല, ഇവിടെ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം, ഇവിടെ റൈറ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. സോ വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി നമ്പർ ഇൻ ദ ഇൻ്റർവെൽ. ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ എയും ബി ഇല്ല, ആ പോയിന്റിൽ ഉൾപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആവാം. ഇനി ഒരു എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി if it is continuous on AB and is also ഇവിടെ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം, ഓൾസോ കണ്ടിന്യൂസ് ഫ്രം ദ റൈറ്റ് അറ്റ് എ ആൻഡ് ഫ്രം ദ ലെഫ്റ്റ് അറ്റ് ബി. ഇനി എ ഫംഗ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഓർ ദിസ് എ ബി, closed AB, open AB or open closed AB if f is continuous on AB and f is continuous from the right at A or f is continuous from the left at B respectively.
Okay, let's consider an example. Example 4. Show that the function f defined by f of x is equal to root 4 minus x square is continuous on the closed interval minus 2, 2. ഈ ഫംഗ്ഷന് ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് 2ൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറയണം? -2 to 2ൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറയണം. അതുപോലെ തന്നെ -2ൽ റൈറ്റ് കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് പറയണം. +2ൽ ലെഫ്റ്റ് കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് പറയണം. ഈ 3 കാര്യങ്ങൾ നമുക്കിവിടെ പറയാനുള്ളത്. നമ്മൾ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. -2 to 2ൽ നമ്മൾ ഈ -2 എന്നുള്ള പോയിൻറ്റ്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷന് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ -2ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള എല്ലാ പോയിൻറ്റ്സിലും ഇത് ഡിഫൈൻഡ് ആണ്. ഓക്കെ, അവിടെ ഒന്നുമല്ല ഒരു ബ്രേക്ക് വരുന്നില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എ ബിയിൽ എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമ്മളൊരു പെർട്ടിക്കുലർ ഇതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് എടുക്കുക, 0 എടുക്കുക. 0ലേക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ ഏതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്? 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ്, ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ള root 4 minus x square ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ആണ്. ദെൻ വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 എന്നുള്ളത് എന്താണ്? 2 തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 0ൽ എന്തുണ്ട് പറയാം? 0ൽ ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും, എക്സ് ഈക്വൽ ടു 0ൽ. അപ്പം അതുപോലെ നമ്മൾ -2ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ ജനറലി നമ്മൾ പറയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ്. ആദ്യം നമ്മൾ -2 to 2ലാണ് പറയുന്നത്, ഓപ്പൺ ഇൻ്റർവെല്ലാണ് പറയുന്നത്. സോ ആസ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് root 4 minus x square ആണ്. നമ്മൾ ലിമിറ്റിലോ വെച്ചിട്ട് നമുക്ക് ഇതിനെ റൂട്ട് ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 4 minus x square മാറ്റും. ഇതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? ഇതൊരു പോളിനോമിയലായിട്ട് എടുക്കുകയാണെങ്കിൽ എക്സിന് എ എന്ന് കൊടുത്താൽ മതി. സോ root 4 minus ഇതെന്താണ് ആക്ച്വലി? എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇതാണ്. സോ വാട്ട് ഈസ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ ഈക്വൽ ടു root of 4 minus a square. സോ ദിസ് ഇസ് എഫ് ഓഫ് എ. അപ്പം അതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവെൽ -2 to 2ൽ നമ്മുടെ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണ് എല്ലാ പോയിന്റിലും. ഇനി നമ്മൾ എൻ പോയിന്റിൽ ചെക്ക് ചെയ്യണം, കാരണം ഇത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് നമുക്ക് പറയേണ്ടത്. സോ എൻ പോയിന്റ് ഏതാണ്? ലെഫ്റ്റ് എൻഡ് -2 ആണ്. ലെഫ്റ്റ് എൻഡിൽ എന്തായിരിക്കണം? അത് റൈറ്റ് കണ്ടിന്യൂറ്റി ആയിരിക്കണം. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു റൈറ്റ് കണ്ടിന്യൂറ്റി എന്നാൽ നമ്മൾ അവിടെ കാണേണ്ടത് എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് എഫ് ഓഫ് -2 ആയിരിക്കണം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ വരിക? എഫ് ഓഫ് എക്സിന് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. സോ വി ഹാവ് 0. എക്സ് -2 എടുത്തു കഴിഞ്ഞാൽ 0 ഉണ്ട്. സോ 0. അത് തന്നെയാണ് നമ്മുടെ എഫ് ഓഫ് -2. അതുപോലെ തന്നെ 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ 0, അതാണ് എഫ് ഓഫ് 2. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്? ഈ പോയിന്റിൽ റൈറ്റ് കണ്ടിന്യൂറ്റി ഉണ്ട്, ഈ പോയിന്റിൽ ലെഫ്റ്റ് കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയായി? ഒന്ന് നമ്മുടെ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ, അതായത് ഇവിടെ -2ൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ -2ൽ എന്താണ്? റൈറ്റ് കണ്ടിന്യൂസ് ആണ്. +2ൽ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു root 4 minus x square is continuous on closed interval -2 to 2. Okay, so today we have discussed continuity at a point, the notion of continuity of a function at a point. അപ്പോൾ നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഒരു എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നൊരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായിരിക്കണം? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എഫ് ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ലിമിറ്റും എഫ് ഓഫ് എയും തമ്മിൽ ഈക്വൽ ആയിരിക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടിന്യൂറ്റി ആണ്.
റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി റിമൂവ് ചെയ്യാൻ പറ്റണം. ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അത്തരം ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിക്കാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പിന്നീട് ഒരു ജംപ് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് അടുത്തതിലേക്ക് ജമ്പ് ചെയ്യാണ്. അവിടെ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇൻഫൈനൈറ്റ് കേസിലും. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 2 കേസിൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ പറയുന്നത് കണ്ടിന്യൂറ്റി അറ്റ് എൻഡ് പോയിന്റ്സ് എന്നാണ്. ഓക്കെ, ലെഫ്റ്റ് കണ്ടിന്യൂറ്റി, റൈറ്റ് കണ്ടിന്യൂറ്റി. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് പോലെയൊക്കെ ലെഫ്റ്റ് കണ്ടിന്യൂറ്റിയും റൈറ്റ് കണ്ടിന്യൂറ്റിയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് ആൻ ഓപ്പൺ ഇൻ്റർവൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ, ഹാഫ് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ, ഈ രൂപത്തിൽ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് കണ്ടിന്യൂസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിലെ എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ ഒരു ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് ഓപ്പൺ ഇൻ്റർവെല്ലിൽ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയിൻറ്റിൽ റൈറ്റ് കണ്ടിന്യൂറ്റിയും റൈറ്റ് എൻഡ് പോയിൻറ്റിൽ ലെഫ്റ്റ് കണ്ടിന്യൂറ്റിയും ആയിരിക്കണം. ഓക്കെ, ഇനി എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ എന്താണ്? റൈറ്റ് കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ചെയ്യണം ആ പോയിന്റിൽ. അതുപോലെ തന്നെ റൈറ്റാണ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിന് ആ പോയിന്റിൽ ലെഫ്റ്റ് കണ്ടിന്യൂറ്റി എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.